ഹലോ സ്റ്റുഡൻസ്, ലിക്വിഡ്സിൻ്റെ വേപ്പർ പ്രഷറിനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് നെയിം ഈസ് റോൾസ് ലോ. ബൈനറി സൊല്യൂഷൻസിൻ്റെ വേപ്പർ പ്രഷറിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത ഫ്രഞ്ച് കെമിസ്റ്റാണ് ഫ്രാങ്കോയിസ് മാരി റോൾട്ട്. അദ്ദേഹം തൻ്റെ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സിനെ ബേസ് ചെയ്ത് പ്രപ്പോസ് ചെയ്ത ജനറലൈസേഷനാണ് റോൾസ് ലോ എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് വി ക്യാൻ കൺസിഡർ the Rolle's law for solution of solid in liquid. Solid in liquid സൊല്യൂഷനിലെ സൊല്യൂട്ട് ഒരു നോൺ വൊളറ്റൈൽ സോളിഡ് ആണ്, അതുപോലെ സോൾവെൻറ്റ് ഒരു വൊളറ്റൈൽ ലിക്വിഡ് ആണ്. The solute can be represented by capital letter B and solvent can be represented by capital letter A. അങ്ങനെയുള്ള ഒരു സൊല്യൂഷനിൽ ലിക്വിഡ് സോൾവെൻറ്റ് മാത്രമേ വേപ്പറൈസ് ചെയ്യുകയുള്ളൂ. So the vapor pressure of the solution is equal to the pressure exerted by the vapors of the liquid solvent, that is component A only. Then, according to Rolle's law, the vapor pressure of a solution containing non-volatile solute is directly proportional to the mole fraction of the solvent. അതായത് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ മോൾ ഫ്രാക്ഷൻ എന്നുള്ളത് സോൾവെൻറ്റിൻ്റെ എമൗണ്ടിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോൾവെൻറ്റിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ഓൺ ഡൈല്യൂഷൻ ഓഫ് എ സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് ഇറ്റ്സ് വേപ്പർ പ്രഷർ വിൽ ഇൻക്രീസ്. അതേസമയം സോൾവെൻറ്റിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കുറയും. ദാറ്റ് ഈസ് ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ് ഇറ്റ്സ് വേപ്പർ പ്രഷർ decreases. So we can write vapor pressure of solution is directly proportional to mole fraction of solvent, or PA is directly proportional to XA. Here PA represents vapor pressure of solution and XA represents mole fraction of solvent. We can change this proportionality sign by multiplying this with a constant. So, PA is equal to K into XA, where K is a proportionality constant. സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനും സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും ഒരു ഗ്രാഫിൽ എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മളൊരു എക്സ് ആക്സിസും രണ്ട് വൈ ആക്സിസും വരച്ചിട്ടുണ്ടല്ലേ. എക്സ് ആക്സിസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എക്സ് എ. വൈ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ രണ്ട് വൈ ആക്സിസ് വരച്ചിട്ടുണ്ട്. അതായത് സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനിലുള്ള വേരിയേഷനും സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനിലുള്ള വേരിയേഷനും നമ്മൾ സെയിം ഗ്രാഫിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിലെ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഗ്രാഫിൽ സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ മാത്രം റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹിയർ mole fraction of XA is equal to 0 and here mole fraction of XA is equal to 1. ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ മോൾ ഫ്രാക്ഷൻ എപ്പോഴും 1 ആയിരിക്കും. ഇവിടെ സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് 0 to 1 എന്നാണ്. അതായത് 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത് there is no solvent, 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് the solvent is in the pure state. So the mole fraction of the solvent changes from 0 to 1. സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ വേരി ചെയ്യുന്നതിനനുസരിച്ച് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ വേരി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഹിയർ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെൻറ്റ് ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 0. അറ്റ് ദാറ്റ് പോയിൻറ്റ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇസ് ഓൾസോ ഈക്വൽ ടു 0. ആസ് വി മൂവ് ഫ്രം 0 to 1 ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെൻറ്റ് ഇൻക്രീസസ്. സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് വെച്ചാൽ സോൾവെൻറ്റിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. So vapor pressure also increases. And here X is equal to 1 and it represents mole fraction of the pure solvent. And at this point its vapor pressure is maximum and it is represented as PA0. Okay. So what is the variation of vapor pressure according to the change in mole fraction? So
the vapor pressure will increases like this. Okay. So here the vapor pressure of the solution varies linearly with the mole fraction of the solvent. Okay. We have the equation PA is equal to K into XA. For a pure solvent, XA is equal to 1 and PA is equal to PA0, where PA0 is the vapor pressure of the pure solvent. So K നമുക്ക് എങ്ങനെ എഴുതാം? K is equal to PA0. Okay. ഇവിടെ PA എന്ന് പറയുന്നത് PA0 ആണ്, അതുപോലെ XA എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ Kയുടെ വാല്യൂ എന്തായിരിക്കും? K is equal to PA0. Then this equation becomes PA is equal to PA0 into XA. That is, vapor pressure of the solution is equal to vapor pressure of the pure solvent into mole fraction of the solvent. Okay. Next we can consider the case of liquid in liquid solutions. അങ്ങനെയുള്ള ഒരു സൊല്യൂഷനിൽ സോൾവെൻ്റ് ആൻഡ് സൊല്യൂട്ട് ഇത് രണ്ടും വോളറ്റൈൽ ലിക്വിഡ്സ് ആണ് അല്ലേ? സോ ആ സൊല്യൂഷൻ്റെ വേപ്പർ ഫേസിൽ രണ്ട് കമ്പോണൻസിൻ്റെയും വേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ അക്കോർഡിംഗ് ടു റോൾസ് ലോ, partial vapor pressure of each component is directly proportional to the mole fraction of corresponding component. Here we can represent the solute by capital letter B and solvent by capital letter A. Then we can write PA is directly proportional to XA or PA is equal to PA0 XA. Similarly, PB is directly proportional to XB or PB is equal to PB0 XB, where PA is the partial vapor pressure of component A and PA0 is the vapor pressure of pure component A and XA is the mole fraction of A. Okay. Similarly, PB is the partial vapor pressure of component B, PB0 is the vapor pressure of pure component B and XB is the mole fraction of B. ഇവിടെ PAയും PA0യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എ എന്നുള്ള കമ്പോണൻറ്റ് സൊല്യൂഷനിലായിരിക്കുമ്പോൾ അതിൻ്റെ വേപ്പേഴ്സ് മാത്രം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് PA. അതേസമയം PA0 എന്ന് പറയുന്നത് ആ ഒരു കമ്പോണൻറ്റ് പ്യുവർ സ്റ്റേറ്റിലായിരിക്കുമ്പോഴുള്ള വേപ്പർ പ്രഷറാണ്. ഓക്കെ. സിമിലർലി ബി എന്നുള്ള കമ്പോണൻറ്റ് സൊല്യൂഷൻ ഫോമിലായിരിക്കുമ്പോൾ അതിൻ്റെ മാത്രം വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് PB. അതേസമയം ബി എന്നുള്ള കമ്പോണൻറ്റ് പ്യുവർ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷറാണ് PB0. ഓക്കെ. നെക്സ്റ്റ്, ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിലെ കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷൻ, അതായത് എമൗണ്ടിനെ ബേസ് ചെയ്ത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് നോക്കാം. ഹിയർ മോൾ ഫ്രാക്ഷൻ ഇസ് പ്ലോട്ടഡ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് വേപ്പർ പ്രഷർ ഇസ് പ്ലോട്ടഡ് അലോങ് വൈ ആക്സിസ്. ഇവിടെ നോക്കൂ, രണ്ട് വൈ ആക്സിസ് വരച്ചിട്ടുണ്ടല്ലേ. അതായത് രണ്ട് കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷനെ ബേസ് ചെയ്ത് സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ നമ്മൾ സെയിം ഗ്രാഫിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു 1. അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ എ എന്നുള്ള കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 0യിൽ നിന്നും 1ലേക്ക് വേരി ചെയ്യുന്നു. അതായത് ഇവിടെ ഈ പോയിന്റിൽ എക്സ് ഈസ് ഈക്വൽ ടു 0 മീൻസ് ആ കമ്പോണൻ്റ് അവിടെ ഇല്ല. ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു 1 മീൻസ് the amount of that component or mole fraction of that component is maximum. Next, here xb is equal to 0 and here xb is equal to 1. അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ബി എന്നുള്ള കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 0യിൽ നിന്നും 1ലേക്ക് വേരി ചെയ്യുകയാണ്. ദാറ്റ് ഈസ് xb is equal to 0 means at that point the component b is not there. അവിടെ ആ ബി എന്നുള്ള കമ്പോണൻറ്റ് ഇല്ല. And xb is equal to 1 means the mole fraction of that component or amount of that component is maximum at this point. ഈ ഒരു പോയിന്റിൽ ബി എന്നുള്ള കമ്പോണൻറ്റ് പ്യുവർ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു പോയിന്റിൽ എ എന്നുള്ള കമ്പോണൻറ്റ് പ്യുവർ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്.
So in between these 2 points, what will be the situation? Formation of solution. Okay. At this point, mole fraction of A is maximum, that is the component A is in the pure state, and the corresponding vapor pressure is PA0. Okay. At this point, mole fraction of B is maximum, that is component B is in the pure state, and the corresponding vapor pressure is PB0. Okay. Here PA0 is greater than PB0 കാരണം A represent ചെയ്യുന്നത് സോൾവെൻറ്റിനെയാണ്. ഒരു സൊല്യൂഷനിൽ എപ്പോഴും സോൾവെൻറ്റിൻ്റെ എമൗണ്ട് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്യുവർ സ്റ്റേറ്റിൽ അതിൻ്റെ വേപ്പർ പ്രഷർ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. എ എന്നുള്ള കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 0യിൽ നിന്നും 1ലേക്ക് വേരി ചെയ്യുമ്പോൾ, അതായത് ആ സൊല്യൂഷനിലുള്ള എ എന്നുള്ള കമ്പോണൻറ്റിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ എ എന്നുള്ള കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ദ വേരിയേഷൻ? ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, നെക്സ്റ്റ് ബി എന്നുള്ള കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 0യിൽ നിന്നും 1ലേക്ക് വേരി ചെയ്യുമ്പോൾ, അതായത് സൊല്യൂഷനിലുള്ള ബി എന്നുള്ള കമ്പോണൻറ്റിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ ബി എന്നുള്ള കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷറും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. സോ ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ദ വേരിയേഷൻ? ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, this line represents the variation of partial pressure of component A with the mole fraction, and this line represents the variation of partial pressure of component B with the mole fraction. Okay, then according to Dalton's law of partial pressure, the total vapor pressure of the solution is equal to the sum of the partial pressures of each component in that solution, and the variation of total vapor pressure of the solution with the mole fraction can be represented like this. Okay, that is, this line represents the total vapor pressure of the solution P, which is equal to PA plus PB. Okay, so the total vapor pressure P is equal to PA plus PB, that is sum of the partial pressures of each components in the solution. But PA is equal to PA0 XA and PB is equal to PB0 XB. So substituting the expressions for PA and PB, we will get P is equal to PA0 XA plus PB0 XB. And we know that XA plus XB is equal to 1. So XA is equal to 1 minus XB. Then substituting the expression for XA here, we will get P is equal to PA0 into 1 minus XB plus PB0 XB. It is equal to PA0 minus PA0 XB plus PB0 XB. Here XB is common in two terms, so it can take outside. That is, P is equal to PB0 minus PA0 into XB plus PA0. Okay. Similarly, by putting XB is equal to 1 minus XA, we can write P is equal to PA0 minus PB0 into XA plus PB0. Okay. So this equation can be numbered as 1 and this equation can be numbered as 2. And these equations are similar to the equation of a straight line y is equal to mx plus c. So from these two equations, it is clear that the total vapor pressure of the solution is a linear function of the mole fraction of each component in the solution. Okay, and it can be represented by this graph. Okay,
നെക്സ്റ്റ് കോമ്പോസിഷൻ ഓഫ് വേപ്പർ ഫേസ് ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലുള്ള കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷൻ ആ സൊല്യൂഷനിലുള്ള കമ്പോണൻസിൻ്റെ കോമ്പോസിഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ്റെ വേപ്പർ ഫേസിലുള്ള കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ വേപ്പർ ഫേസിൽ ഈ കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷൻസ് കണ്ടെത്തിയാൽ മതി. ആൻഡ് ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദി പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ദി ടു കമ്പോണൻസ്. ലെറ്റ് YA and YB represent the mole fractions of component A and B respectively in vapor phase of solution. സൊല്യൂഷൻ ഫേസിൽ കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷൻ XA ആൻഡ് XB എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ വേപ്പർ ഫേസിൽ കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷൻ YA ആൻഡ് YB എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ഹൗ ക്യാൻ വി ഡിറ്റർമിൻ YA ആൻഡ് YB ഫ്രം ദ പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സ് ഓഫ് ദ കമ്പോണൻസ്? YA is equal to PA divided by PA plus PB, which is equal to PA divided by P total, and YB is equal to PB divided by PA plus PB, which is equal to PB divided by P total, or we can written as PA is equal to YA into P total and PB is equal to YB into P total. In general, PI is equal to YI into P total. Next, Rawls law as a special case of Henry's law. What are the mathematical expressions for Rawls law and Henry's law? According to Rawls law, PA is equal to PA0 XA, and according to Henry's law, P is equal to KH into X. ഈ രണ്ട് എക്സ്പ്രഷൻസിലും ഒരേ കാര്യമാണ് പറയുന്നത്. അതായത് pressure is directly proportional to mole fraction, and the difference is only in the proportionality constant. In the equation for Rawls law, the proportionality constant is PA0, which is the vapor pressure of the pure component A. And in the case of Henry's law, the proportionality constant is KH, which is the Henry's law constant. ഈ രണ്ട് എക്സ്പ്രഷൻസും സെയിം ആകുന്നത് എപ്പോഴാ? When KH becomes equal to PA0, isn't it? This implies that the Rawls law becomes special case of Henry's law in conditions when Henry's law constant, that is KH, becomes equal to PA0, which is the vapor pressure of the volatile component in the pure state. Okay, so I hope you understood the concept of Rawls law. Okay, thank you.